ഹലോ ഹലോ ഞാൻ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോളിയാസ് ചെടിയുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ചെടികൾ വച്ചുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടി എളുപ്പം നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കോളിയാസ് ചെടി. ഇതിന് യാതൊരു കെയറിങ്ങും ആവശ്യമില്ല. 25 കളറുകൾക്ക് 6 രൂപ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും. കോളിയാസ് ചെടിയുടെ കെയറിങ്ങും ഇത് എങ്ങനെയാണ് ബുഷിയായി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ചെടികൾക്ക് നല്ല പോലെ സൺലൈറ്റ് ആവശ്യമാണ്. രാവിലത്തെ വെയിലും വൈകിട്ടത്തെ വെയിലും ഇതിന് കൊള്ളുന്നത് നല്ലതാണ്. നേരെ മറിച്ച് ഒരു ഷെയ്ഡിലാണ് ഇത് വയ്ക്കുന്നതെങ്കിൽ ഗ്രീനിഷ് കളറ് കയറി വരുന്നത് കണ്ടുവരാറുണ്ട്. ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് വയ്ക്കാവുന്നതാണ്. ഇൻഡോറായിട്ട് വയ്ക്കുന്നതെങ്കിൽ ബാൽക്കണിയിൽ ഒരു വെയിൽ കൊള്ളുന്ന വിധത്തിൽ വേണം നമ്മൾ വയ്ക്കാനായിട്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത് വാട്ടറിംഗ് ആണ്. ഈ ചെടിക്ക് നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എത്രത്തോളം വെയിൽ കൊള്ളുന്നുവോ അത്രത്തോളം വെള്ളവും അത്യാവശ്യമാണ് എന്ന് വിചാരിച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. വെള്ളം കെട്ടി നിന്നാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ വേര് ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. പോട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വെള്ളം വാർന്നു പോകുന്ന പോട്ട് മിക്സ് ആയിരിക്കണം തയ്യാറാക്കാൻ. പോട്ടിന് നല്ല ഹോളുള്ളതും ആയിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പോട്ട് മിക്സ് എന്ന് പറയുന്നത് മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി ഇവ മാത്രം മതി. ഒരു പ്ലാന്റ് പോട്ട് ചെയ്തതിന് ശേഷം ഡയറക്റ്റായിട്ട് നമ്മൾ വെയിലത്ത് വയ്ക്കരുത്. ഒരു 3-4 ദിവസമെങ്കിലും തണലത്ത് ഒരു ഷെയ്ഡിൽ വച്ചാൽ മതിയാവും. 1-2 ഇല പാകം വന്നതിന് ശേഷം വെയിലത്തേക്ക് മാറ്റി വച്ചാൽ മതി. ഇതിൻ്റെ വളപ്രയോഗത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് പ്രത്യേക വളപ്രയോഗമൊന്നും തന്നെ ആവശ്യമില്ല. നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ടല്ലോ, അത് തന്നെ ധാരാളം മതിയാവും. ഇതിൻ്റെ കൂമ്പ് കട്ട് ചെയ്ത് നമുക്ക് പുതിയ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. നല്ല നിറമുള്ള ചെടികൾ അടുത്തടുത്ത് വയ്ക്കുകയാണെങ്കിൽ പുതിയ തരം കളറുകളുള്ള ചെടികൾ ഉണ്ടാകാറുണ്ട്. ഈ കോളിയാസ് ചെടികൾ മാത്രം മതി നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാൻ. നിങ്ങളും ഇത് വാങ്ങി വയ്ക്കാനായിട്ട് ശ്രമിക്കും. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.
Thank you.